10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് അസേർഷൻ റീസൺ ക്വസ്റ്റിൻ്റെ റിവിഷൻ ചെയ്യാം. എൻ്റെ ചാനലിൽ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്. അതായത് 9ലും 10ലും സയൻസാണ് ചെയ്തിട്ടുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. 11ലും 12ലും നീറ്റ് ബേസ്ഡ് ആയിട്ട് ബയോളജി ചാപ്റ്റേഴ്സാണ്. അപ്പോൾ 10ലെ ഏത് ചാപ്റ്റർ വേണമെങ്കിലും നിങ്ങൾ പ്ലേലിസ്റ്റിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകും. അതുകൂടാതെ ക്ലാസ് 10 ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്നൊക്കെ നോക്കിയാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസും അതിൽ ലഭിക്കും. അപ്പോൾ ന്യൂമറിക്കൽസും ധാരാളം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിനി കുറച്ച് അസേർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അസേർഷൻ എന്ന് പറയുന്നത് സിങ്ക് ഓക്സൈഡ് ക്യാൻ ബി റെഡ്യൂസ് ടു സിങ്ക് മെറ്റൽ ഓൺ ഹീറ്റിംഗ് വിത്ത് കാർബൺ. റീസൺ കാർബൺ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ സിങ്ക്. അപ്പോൾ ഇവിടെ സിങ്ക് ഓക്സൈഡിനെ റിഡ്യൂസ് ചെയ്യാൻ നമുക്ക് കാർബൺ ഉപയോഗിക്കാം, കാരണം കാർബൺ ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ്. പക്ഷേ ഇവിടെ കാർബൺ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ സിങ്ക് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ സി എന്നെടുക്കാം. അസേർഷൻ കറക്റ്റാണ്, റീസൺ റോങ് ആണ്. ഇനി വേരിയേഷൻസ് ഓൾവേസ് പ്രൊവൈഡ് എ സർവൈവൽ അഡ്വാൻറ്റേജ് ടു ആൻ ഓർഗാനിസം. റീസൺ വേരിയേഷൻസ് ക്യാൻ ബി കോസ് ഡ്യൂ ടു ഇൻകറക്റ്റ് DNA കോപ്പിയിങ്. അപ്പോൾ വേരിയേഷൻ കൊണ്ട് തന്നെ സർവൈവൽ അഡ്വാൻറ്റേജ് ലഭ്യമാകാം, പക്ഷേ ഓൾവേസ് എന്ന ഒരു കാര്യം ശരിയല്ല. കാരണം ചിലപ്പോൾ അത് നല്ല വേരിയേഷൻ ആകാം, ചിലപ്പോൾ അത് ഹാംഫുൾ ആയിട്ടുള്ള വേരിയേഷനും ആകാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അസേർഷൻ തെറ്റാണ്. വേരിയേഷൻസ് ക്യാൻ ബി കോസ് ഡ്യൂ ടു ഇൻകറക്റ്റ് DNA കോപ്പിയിങ്. അതെ, വേരിയേഷൻ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം തന്നെയാണ് DNA കോപ്പിയിങ് അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ്റെ സമയത്തുണ്ടാകുന്ന ചില പിശകുകൾ. അപ്പോൾ അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കപ്പോൾ ഓപ്ഷൻ ഡി എന്നെടുക്കാം. അസേർഷൻ റോങ് ആണ്, റീസൺ കറക്റ്റാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം. അസേർഷൻ അയൺ ഫീലിംഗ് സ്കാറ്റേർഡ് അറൌണ്ട് എ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ അറേഞ്ച് ദംസെൽവ്സ് ഇൻ കോൺസെൻട്രിക് സർക്കിൾസ്. റീസൺ മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, അത് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓപ്ഷൻ ബി എന്ന് ആൻസർ എടുക്കാം. നാലാമത്തെ ചോദ്യം. ഓംനിവോസ് റിസീവ് 10% ഓഫ് ദെയർ എനർജി ഫ്രം ദ ട്രോഫിക് ലെവൽ ബിലോ ദം. അപ്പോൾ ഏതൊരു ഓർഗാനിസം ആയാലും ഒരു ഫുഡ് ചെയിനിൽ അതിൻ്റെ മുമ്പിലത്തെ ട്രോഫിക് ലെവലിൽ നിന്ന് 10% എനർജി അതിന് ലഭ്യമാവുകയുള്ളൂ. ഇതാണ് 10% ലോ, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീസൺ ആൻഡ് ഓംനിവോർ ഈസ് ഓൾവേസ് ഇൻ ദ ട്രോഫിക് ലെവൽ ജസ്റ്റ് എബവ് ഹെർബിവോസ്. ഇല്ല, ഓംനിവോർ എന്ന് പറയുന്നത് മിശ്രഭുക്കുകളാണ്. അവയുടെ ട്രോഫിക് ലെവൽ മാറിക്കൊണ്ടിരിക്കും. ഒരു പ്രൊഡ്യൂസറിനെ അല്ലെങ്കിൽ പ്ലാന്റ് നേരിട്ട് ഭക്ഷിക്കുമ്പോൾ അത് പ്രൈമറി കൺസ്യൂമറാണ്, അതായത് രണ്ടാമത്തെ ട്രോഫിക് ലെവലിലാണ് അതിൻ്റെ സ്ഥാനം വരുന്നത്. പക്ഷേ ഇതേ ഓംനിവോറ് ഒരു ഹെർബിവോറിനെയാണ് ഭക്ഷിക്കുന്നതെങ്കിൽ അത് സെക്കൻഡറി കൺസ്യൂമർ അല്ലെങ്കിൽ മൂന്നാമത്തെ ട്രോഫിക് ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അസേർഷൻ കറക്റ്റാണ്, റീസൺ ഫോൾസ് ആണ്. അടുത്ത അസേർഷൻ. കോപ്പർ അയോൺസ് മൈഗ്രേറ്റ് ഫ്രം ദി ആനോഡ് ടു ദ കാത്തോഡ് ഡ്യൂറിങ് ഇലക്ട്രോ റിഫൈനിങ് ഓഫ് കോപ്പർ. അപ്പോൾ അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോപ്പർ ആനോഡ്, അതായത് ഇംപ്യൂർ ആയിട്ടുള്ള ആനോഡിൽ നിന്ന് വന്നിട്ട് പ്യുവർ സ്ട്രിപ്പായ കാഥോഡിലേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. റീസൺ ഇൻ ദ ഇലക്ട്രോ റിഫൈനിങ് പ്രോസസ് മെറ്റൽ അയോൺസ് അക്സെപ്റ്റ് ഇലക്ട്രോൺസ് അറ്റ് ദ ആനോഡ് ആൻഡ് ആർ ഡെപ്പോസിറ്റഡ് ആസ് പ്യുവർ മെറ്റൽ. തെറ്റാണ്, കാരണം പ്യുവർ മെറ്റലായിട്ട് ഡെപ്പോസിറ്റ് ആകുന്നത് കാഥോഡിലാണ്. അപ്പോൾ ഇവിടെ അസേർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്, ഓപ്ഷൻ സി. Assertion. A lot of difference in the concentrations of ions was observed by a scientist between the fluid in xylem cells of roots and that of the soil. തീർച്ചയായിട്ടും, കാരണം ഇവിടെ റൂട്ടിൽ വളരെ അയോൺസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, പക്ഷേ സോയിൽ എന്ന് പറയുന്നത് അയോൺസ്, മിനറൽസ് അയോൺസ് ആയിട്ട് കാണുന്ന ഒരു റിസർവോയറാണ്. അപ്പോൾ സൈലം സെൽസ് ഇൻ ദ റൂട്ട് ഓഫ് പ്ലാന്റ്സ് വിച്ച് കം ഇൻ കോൺടാക്ട് വിത്ത് ദ സോയിൽ ആക്റ്റീവ്ലി ടേക്ക് ഓഫ് അയോൺസ്. അവർ ഈ റൂട്ട് സെൽസ് ആക്റ്റീവ്ലി ആണ് ടേക്കപ്പ് ചെയ്യുന്നത്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബൈ സ്പെൻഡിങ് എനർജി. അപ്പോൾ ഇവിടെ നമുക്ക് അസേർഷനും റീസണും ട്രൂ ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാം.
ഇനി അസേർഷൻ 1 സർക്യൂട്ട് വിത്ത് 15 ആംപിയർ കറൻറ്റ് റേറ്റിംഗ് ഈസ് യൂസ് ഫോർ അപ്ലയൻസസ് സച്ച് എസ് ഗീസേഴ്സ് ആൻഡ് എയർ കൂളേഴ്സ്. നമുക്കറിയാം ഗീസേഴ്സിലും എയർ കൂളേഴ്സിലൊക്കെ ഹയർ റേറ്റിംഗ് ഉള്ള സർക്യൂട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഫ്യൂസാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റീസൺ അപ്ലയൻസസ് വിത്ത് മെറ്റാലിക് ബോഡി ആർ കണക്റ്റഡ് ടു ആൻ എർത്ത് വയർ ലോ റെസിസ്റ്റൻസ്. അതെ, അതും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ട് സേഫ്റ്റി മെഷേഴ്സാണ്, പക്ഷേ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആകുന്നില്ല. സോ നമുക്ക് ഓപ്ഷൻ ബി എന്നെടുക്കാം. ഓൾ കിച്ചൺ വേസ്റ്റ് കനോട്ട് ഫോം കമ്പോസ്റ്റ്. ശരിയാണ്, കിച്ചണിലെ എല്ലാ സാധനങ്ങളും ഫുഡ് വേസ്റ്റ് ആവണമെന്നില്ല അല്ലേ. മെറ്റീരിയൽസ് ലൈക്ക് മിൽക്ക് പാക്കറ്റ്സ് മേ നോട്ട് ബി ബയോഡിഗ്രേഡബിൾ. അതെ, നമ്മൾ ചിലപ്പോൾ പൊട്ടിയ കുപ്പികൾ അതിനകത്തിടാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കാണാം, പ്ലാസ്റ്റിക് പാക്കറ്റ്സ് കാണാം. മിൽക്ക് പാക്കറ്റ്സ് എന്ന് വെച്ചാൽ പലതരത്തിലുണ്ട്. നമ്മൾക്കിപ്പം ബോട്ടിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആകാം, അതല്ലെങ്കിൽ നാട്ടിലെ കവർ പാലാണെങ്കിൽ പാലിൻ്റെ കവർ എന്താണ്, പ്ലാസ്റ്റിക് കവറാണ്. അല്ലെങ്കിൽ ടെട്രാ പാക്ക് ആണെങ്കിലോ അതിനകത്ത് പേപ്പർ ആണെങ്കിൽ അതിനകത്തൊരു മെറ്റാലിക് കോട്ടിങ് കാണാം. അതൊന്നും ഡീഗ്രേഡബിൾ അല്ല അല്ലേ, ബയോഡിഗ്രേഡബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കറക്റ്റ് റീസൺ ആണെന്ന് പറയാം. സോ ഇവിടെ ഓപ്ഷൻ എ ആയിട്ടാണ് വരുന്നത്. അടുത്തത്, വൈറ്റ് വാഷ്ഡ് വാൾ ഡെവലപ്സ് എ കോട്ടിംഗ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്. നമ്മളത് പഠിക്കുന്നുണ്ട്. അതായത് ആദ്യം ക്വിക്ക് ലൈം അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡിനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആകുന്നുണ്ട്, സ്ലേക്കഡ് ലൈം ഭിത്തിയിലേക്ക് നമ്മൾ വൈറ്റ് വാഷ് ചെയ്യാൻ ഉപയോഗിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ അതിലൊരു ഷൈനി അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് കിട്ടും. അത് കാരണം കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണ്? ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് പ്രവർത്തിച്ച് ഒരു കോട്ടിംഗ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു. സോ ഇവിടെ റീസൺ കൊടുത്തിരിക്കുന്നത് കാൽഷ്യം ഓക്സൈഡ് ഓൺ ദ വോൾ റിയാക്ട് സ്ലോലി വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ എയർ. തെറ്റാണ്, കാരണം ഇവിടെ കാൽഷ്യം ഓക്സൈഡ് അല്ല, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലേ. അപ്പോൾ അസേർഷൻ കറക്റ്റാണ്, റീസൺ ഫോൾസ്. അടുത്ത അസേർഷൻ എന്ന് പറയുന്നത്, ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഷോ വേരിയേഷൻ. ശരിയാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ കൂടുതൽ വേരിയേഷന് കാരണമാകുന്നു. റീസൺ, ഈച്ച് ഓസ്പ്രിങ് പ്രൊഡ്യൂസ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻഹെറിറ്റ്സ് ഓൾ ദ ജീൻസ് ഫ്രം ദ പേരൻറ്റ്. അല്ല, ഓരോ പേരൻറ്റിൻ്റെയും ഒരു സെറ്റ് ഓഫ് ക്രോമസോംസ് മാത്രമേ അവർ ഇൻഹെറിറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ ജീൻസും ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. അടുത്ത അസേർഷൻ, കാപ്പിലറീസ് ഹാവ് വാൾസ് ദാറ്റ് ആർ ജസ്റ്റ് 1 cell thick. അതെ, കാപ്പിലറീസിൻ്റെ വാൾസ് ഒരു സെൽ തിക്കുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു വോളാണ്. അതെന്തിനാണ്? റീസൺ, എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് സറൗണ്ടിങ് സെൽസ് ടേക്ക് പ്ലേസ് അക്രോസ് ദ കാപ്പിലറീസ്. അതെ, എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ടേക്സ് പ്ലേസ് കാപ്പിലറീസിൻ്റെ സർഫസിൽ കൂടെയാണ്. കാരണം ഇത് 1 cell തിക്കായാൽ മാത്രമേ ആ ഒരു ഡിഫ്യൂഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. സോ അതുകൊണ്ട് നമുക്കിതിനെ ഓപ്ഷൻ എ എന്നെടുക്കാം. സ്റ്റേഷനറി ചാർജ് പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. അപ്പോൾ ഇവിടെ അസേർഷൻ ഫോൾസ് ആണ്. അങ്ങനെ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള പാർട്ടിക്കിൾ അത് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. റീസൺ, സ്റ്റേഷനറി ചാർജ് പാർട്ടിക്കിൾ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേഷനറി ചാർജ് പാർട്ടിക്കിളിന് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അസേർഷൻ ഫോൾസ് ആണ്, റീസൺ ട്രൂ ആണ്. സോ നമുക്ക് ഓപ്ഷൻ ഡി എന്ന് കരുതാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നന്നാക്കി മനസ്സിലാക്കി വെക്കുക. ബാക്കി ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എന്ത് പഠിച്ചാലും അത് വ്യക്തമായി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക.